ഈ അടുത്ത ക്ലിനിക്കിലേക്ക് വന്നൊരു പേഷ്യൻറ്റ് പറഞ്ഞത് ഡോക്ടർ എനിക്ക് പൈൽസ് ആണെന്നുള്ളതാണ്. പൈൽസ് അങ്ങനെ പറയാൻ കാരണം എന്താ? അത് ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ബ്ലീഡിങ് ഉണ്ട്. ഞാൻ എപ്പോൾ ബാത്റൂമിൽ പോയാലും എനിക്ക് നല്ല ബ്ലഡിൻ്റെ എമൗണ്ട് ലോസ് ആവുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ലോസ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് പൈൽസ് ആണെന്ന് ആരാ പറഞ്ഞു? അത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അത് പൈൽസ് ആണെന്ന് കണ്ടു. യഥാർത്ഥത്തിൽ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് പൈൽസ് കൊണ്ടാണോ? ഇനി പൈൽസ് ആണെങ്കിൽ തന്നെ എന്താണ് പൈൽസ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ഉമർ മുക്താർ, ഭൂമി നാച്ചുറൽ ക്യൂർ വെൽനസ്സിലെ യുനാനി ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ട്, നമുക്കറിയാതെ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വെരിക്കോസ് വെയിൻ നമുക്കറിയുന്ന അസുഖം കൂടിയാണ്. കാലിന് പിറകു വശത്തൊക്കെ നമ്മുടെ രക്തക്കൊലകൾ വികസിച്ച് വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ പൊതുവെ വെരിക്കോസ് എന്ന് പറയാറുള്ളത്. ഇതേപോലെ നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അകത്ത് രക്തക്കൊഴലുകൾ വികസിച്ച് വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ പൊതുവെ ഹെമറോയിഡ് അഥവാ പൈൽസ് എന്ന് പറയാറുള്ളത്. പക്ഷേ ഇന്നും മിക്ക ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെ ഒരു വലിയൊരു കുരു പോലെ വന്ന് നമ്മളിപ്പോൾ ശരീരത്തിലേക്ക് കാണുന്ന അങ്ങിങ്ങായിട്ട് കാണുന്ന പഴുപ്പൊക്കെ നിറഞ്ഞ കുരുകൾ പോലെ മലദ്വാരത്തിന് അവിടെയും കാണുന്ന ഒരു കുരു ആണെന്നാണ് മിക്ക ആളുകളുടെയും ഉള്ളൊരു തെറ്റിദ്ധാരണ. നേരത്തെ പറഞ്ഞ പോലെ ഈ മലദ്വാരത്തിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അകത്തോ ഈ ബ്ലഡ് വെസൽസ് വെയിൻസ് ബൾജ് ആവുന്ന ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ ഹെമറോയിഡ് എന്ന് പറയാറുള്ളത്. എന്താണ് ഹെമറോയിഡ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ് അഥവാ മലബന്ധം. നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും ബാത്റൂമിൽ പോകുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ചില ആളുകളാവട്ടെ അങ്ങനെ പോകാറുണ്ടാവില്ല. ഒരു ദിവസം ഗ്യാപ്പിലോ അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പിലോ ഒക്കെ ആയിരിക്കും. പൊതുവേ ഒരാഴ്ചയിൽ 3 അതിൽ കുറവോ തവണ ബാത്റൂമിൽ പോകുന്ന ഒരാളാണെങ്കിൽ അത്തരക്കാർ നമ്മൾ വിളിക്കുന്ന ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ വരുന്നത്? നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് കുറയും. അത് നിർജ്ജലീകരണത്തിന് കാരണമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോശം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ കുറച്ച് വാട്ടറിൻ്റെ എമൗണ്ട് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കാതാവുമ്പോൾ ഈ പറയുന്ന മലം ഈ സ്റ്റൂൾസ് ഹാർഡാവാനും അതുവഴി ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബാത്റൂമിൽ പോകാത്ത ആളുകൾക്കാണ് ഈ പറയുന്ന പൈൽസ് കാണാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് കുട്ടികൾ തൊട്ടിട്ട് വയസ്സായ ആളുകളിൽ കാണാറുണ്ട്. കുട്ടികളൊരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ മുതിർന്ന ആളുകളിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതെ തന്നെ ആയിരിക്കും പ്രധാനമായിട്ട് റീസണായിട്ട് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അളവിൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ മോശം സ്മൂത്ത് ആവാതെ വരികയും ഉള്ള മലം ഉറയ്ക്കാനും ആ ഉറച്ച മലം പുറന്നുള്ള നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആക്കുന്ന വഴി നമുക്ക് ഈ പറയുന്ന അതുവഴി ഉണ്ടാകുന്ന പൈൽസിനെ ക്ലിയർ ആക്കാൻ കഴിയും. പൈൽസിൻ്റെ മറ്റൊരു റീസണായിട്ട് പറയുന്നത് പ്രൊലോങ്ഡ് സിറ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന പോലെ ആ മലദ്വാരത്തിൻ്റെ അവിടേക്ക് ഒരുപാട് രക്തോട്ടം കൂടാനും അവിടുത്തെ ബ്ലഡ് വെസൽസ് വെയിൻസ് വീർക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് പഴയ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന നിന്ന് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മാറി. അപ്പോൾ ഏറ്റവും പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് ഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇന്ത്യൻ സ്റ്റൈലാണ് ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് മാറിയപ്പോൾ ഒരു സിറ്റിംഗ് പോസ്റ്ററായി ഇരുന്ന് കൊണ്ട് ബാത്റൂമിൽ പോകുന്ന ഒരു അവസ്ഥയായി. അതൊരു ഇൻകംപ്ലീറ്റ് ഫീൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എത്ര ബാത്റൂം പോയാലും കുറച്ച് ഒരു ബാക്കിയുള്ള ഒരു ഫീൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ബാത്റൂമിൽ സ്പെൻഡ് ആക്കും. അങ്ങനെ സ്പെൻഡ് ആക്കുന്ന വഴി ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്ന വഴി ഈ പറയുന്ന വെയിൻസ് വീർക്കാനും അത് മെല്ലെ മെല്ലെ പൈൽസ് ആയിട്ട് മാറാൻ ചാൻസ് കൂടുതലാണ്. മറ്റൊരു റീസണായിട്ട് പറയുന്നത് ഓവർ പുഷിംഗ് ആണ്. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കണം. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കാം. അങ്ങനെ ഉറച്ച മലമായിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്കത് പുറം തള്ളാൻ വേണ്ടി ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓവർ പുഷിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ബാത്റൂമിൽ പോകുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പൈൽസ് വരാനുള്ള ചാൻസ് വളരെയും കൂടുതലാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂടാനും അതുവഴി വെയിൻസ് വികസിച്ച് വരാനും ചാൻസ് കൂടുതലാണ്. ഇതേപോലെ പൈൽസ് വരുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റീസണാണ് നമ്മൾ ഉറക്കം കുറയുക എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ബോഡി ഹീറ്റ് കൂടാനും ബോഡി ഹീറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ജലാംശം കുറയാനും അത് പിന്നെ ഹാർഡ് സ്റ്റൂളായിട്ട് മാറാനും ഹാർഡ് സ്റ്റൂളും ഇല്ല ഈ പറയുന്ന പൈൽസിലേക്ക് മാറാനും ചാൻസ് ഉണ്ട്. ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ ഫൈബർ കണ്ടൻറ്റ് കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഫൈബർ ഇല്ല എങ്കിൽ ഇതൊക്കെ തന്നെ ഈ പറയുന്ന പോലെ പൈൽസിലേക്ക് വഴിവെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ പോലും അത് നമ്മുടെ പൈൽസ് ആവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ഫൈബർ കണ്ടൻറ്റ് ഇല്ല, നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഒരുപാട് നേരം ബാത്റൂമിൽ ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ടാണ് പോകുന്നത്, കൃത്യമായിട്ട് ബാത്റൂമിൽ പോകുന്നില്ല, ഇതൊക്കെ തന്നെ പൈൽസായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പൈൽസിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പെയിൻ ഡ്യൂറിങ് ഡിഫിക്കേഷനാണ്. നമ്മൾ ബാത്റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ പൈൽസ് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ പൈൽസ് എന്നൊക്കെ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരാൾ മുൾച്ചെടിയുടെ മേലെ ഇരിക്കുന്ന ഒരു പിക്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. നമ്മൾ ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും. ഇതിൻ്റെ റീസൺ നമുക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുമായിട്ട് കൂട്ടി വെച്ച് വായിക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കൃത്യമായിട്ട് ബാത്റൂമിൽ പോകാത്ത ഒരാളാണെങ്കിൽ അയാളുടെ മലം ഉറയ്ക്കാനും ആ മലം പുറന്തള്ളാൻ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാനും
അപ്പോൾ അതുവഴി നമുക്ക് അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മലദ്വാരത്തിൻ്റെ വിസ്താരം ചെറുതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് നമ്മൾ ബാത്റൂമിൽ പോകുന്നില്ല, കൃത്യമായിട്ട് ബാത്റൂമിൽ പോകുന്നില്ല, അപ്പോൾ മലം കെട്ടിക്കിടക്കാനും അതിൻ്റെ വലുപ്പം വലുതാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മലദ്വാരത്തിനൊക്കെ വലുപ്പമുള്ള മലമാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് പുറന്നുള്ള നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാവാറുണ്ട്. ചില കേസുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസ് ബൾജായിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് വെസൽസിൻ്റെ മേലെ കൂടെ ഈ പറയുന്ന പോലെ നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതും ഈ പറയുന്ന വേദനയിലേക്ക് വഴിവെച്ചേക്കാം. മറ്റൊരു പൈൽസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് രക്തം പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ പക്ഷേ പൈൽസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ലക്ഷണങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലുള്ള സംഗതി, ഇപ്പോൾ ഒരാൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, കൃത്യമായിട്ട് ബാത്റൂമിൽ പോകുന്നില്ല, ആൾ കുറച്ച് മലമാണെങ്കിൽ അയാൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരും. ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ ഡ്രൈ ആയിട്ടുള്ള ഈ സ്റ്റൂള് നമ്മുടെ ഈ മലദ്വാരത്തിൻ്റെ അകത്തുള്ള മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയുന്ന ശ്ലേഷ്മ സ്തരത്തിൻ്റെ അവിടെ ചെറിയ ചെറിയ മുറികൾ ഉണ്ടാക്കാനും ആ മുറികളിൽ നിന്ന് രക്തം പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എല്ലാ ഈ പറയുന്ന ബ്ലഡിൽ ഈ സ്റ്റൂളിൻ്റെ കൂടെ ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലത്തിൻ്റെ കൂടെ രക്തമുണ്ടെങ്കിൽ അത് പൈൽസ് ആവണമെന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ അമിതമായിട്ടുള്ള ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമുള്ള ആൾ ഹാർഡ് സ്റ്റൂള് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നത് വഴി ഒരുപാട് പ്രഷർ കൊടുക്കുകയും അത് ഈ പറയുന്ന ഈ ശ്ലേഷ്മ സ്തരത്തിൻ്റെ അകത്ത് മ്യൂക്കസ് മെമ്പറിൻ്റെ അകത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അകത്ത് മുറികൾ ഉണ്ടാക്കാനും ആ മുറികൾ വഴി ബ്ലഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ പൊതുവെ ഫിഷർ എന്നാണ് പറയാറുള്ളത്, ഏനൽ ഫിഷർ. അപ്പോൾ ആനൽ ഫിഷർ ആവാം ഒരുപക്ഷെ ഈ ബ്ലഡ് പോകുന്നതിന് കാരണം. എന്നാൽ ഈ പറയുന്ന ഹെമറോയിഡ് കേസുകളിലും ബ്ലഡ് പോകാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ അവിടെ ബ്ലഡ് വെസൽസ് വെയിൻസ് ബൾജ് ചെയ്യുന്നതാണ് പൈൽസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വെയിൻസ് പൊട്ടുകയാണെങ്കിൽ അസഹനീയമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് കൺട്രോൾ ഇല്ലാതെ ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ പറയുന്ന വെയിൻസ് ഡാമേജ് ആവുന്നതാവാം. അപ്പോൾ എന്താണ് എക്സാക്ട് റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ രക്തം പോകുന്നു ഒരു പക്ഷേ പൈൽസ് കൊണ്ടാവണമെന്നില്ല. എന്നിരുന്നാൽ പോലും പൈൽസിൽ രക്തം പോകുന്നതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഈ രക്തം പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, എല്ലാ കേസുകളിലും നമ്മൾ ഈ ഫ്ലോ പോലെ രക്തമായിട്ട് തന്നെ പോകണമെന്നില്ല. എണ്ണം പറഞ്ഞ ചില കേസുകളിൽ മലീന എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, അഥവാ ബ്ലാക്കിഷ് കളർ സ്റ്റൂൾ. ഈ കേസുകളിൽ നമ്മുടെ മലത്തിൻ്റെ നിറം മഞ്ഞയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് ബ്ലാക്ക് നിറത്തിലുള്ള ഒരു മലമായിട്ട് ചില ആളുകൾ പോകുന്നുണ്ടാവാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അകത്തുള്ള ചെറിയ ചെറിയ മുറിവുകൾ അതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ബ്ലഡ് വെസൽസ് ഇങ്ങനെ വരാനും അത് ഈ മലമായിട്ട് മിക്സ് ആയിട്ട് ബ്ലഡായിട്ട് പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലാക്കിഷ് കളർ സ്റ്റൂൾ ആവാം. ചില ആളുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ബ്ലഡായിട്ട് തന്നെ പോകാറുണ്ട്. നമ്മൾ ഹെമറ്റോചെസി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ മലീന പോലത്തെ ഈ ബ്ലാക്കിഷ് കളർ കറുത്ത നിറത്തിലുള്ള മലം പോകുന്നതും രക്തമായിട്ട് തന്നെ പോകുന്നതും പൈൽസിൻ്റെ മറ്റു ലക്ഷണമാണ്. ഇനി ചില ആളുകളിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല, ചില വേദന ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ രക്തം പോകണമെന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് പൈൽസ് ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൾജിങ് ഓഫ് വെയിൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മലദ്വാരത്തിനോട് തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവിടെ ഈ രക്തക്കൊലകൾ വികസിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഇൻറ്റേർണലിയും കാണാറുണ്ട്, എക്സ്റ്റേണലിയും കാണാറുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചില ആളുകൾക്ക് ഈ പറയുന്ന ബ്ലഡ് വെസൽസ് വീർക്കാറുള്ളത് ഈ മലദ്വാരത്തിൻ്റെ അകത്തായിരിക്കും, ചില ആളുകളിൽ പുറത്തായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിട്ടാണ് പൈൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. രണ്ട് തരത്തിൽ പൈൽസ് കാണാറുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ പൈൽസ് അഥവാ മലദ്വാരത്തിൻ്റെ അകത്ത് ബ്ലഡ് വെസൽസ് വീർക്കുന്ന കണ്ടീഷൻ, മറ്റേത് എക്സ്റ്റേണൽ പൈൽസ്, എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയുന്ന മലത്തിന് പുറത്ത് കാണുന്ന പൈൽസ്. ഇത് നമുക്ക് തൊട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. പൈൽസിൻ്റെ തോതനുസരിച്ചിട്ട് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 4 വരെ. തീവ്രത കൂടുന്നതനുസരിച്ച് ഗ്രേഡിൻ്റെ ലെവലും കൂടാറുണ്ട്. ഇപ്പോൾ ഗ്രേഡ് 1 എന്നൊക്കെ പറയുന്നത് സാധാ ഒരു ബൾജിങ് മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൂടെ മലം പാസ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിലുള്ള ബൾജിങ് കാണാൻ പറ്റും. അത് പുറത്തും കാണാം, അകത്തും കാണാം. മറ്റൊരു ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഈ വെയിൻസ് ഒന്നും കൂടെ താഴോട്ടിറങ്ങി വരും, എന്നാൽ അത് വിസർജനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പഴയ പൊസിഷനിലേക്ക് അത് തിരിച്ചെത്തും. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും, ബ്ലഡ് വെസൽസ് ഡാമേജ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വീർത്തിട്ടുള്ള വെയിൻസ് താഴോട്ടിറങ്ങി വരും, എന്ന് നമുക്ക് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് തിരിച്ച് പോകുന്ന കണ്ടീഷനും കാണാം. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരും, എന്നിരുന്നാൽ ഇത് നമ്മൾ എത്ര തന്നെ അകത്തേക്ക് തള്ളി കൊടുത്താലും ഇത് തിരിച്ചകത്തേക്ക് കയറണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേജിലാണ് ഈ പറഞ്ഞ ഹെമറോയിഡുകൾ കാണാറുള്ളത്. അപ്പോൾ അകത്ത് കാണുന്നതും പുറത്ത് കാണുന്നതും രണ്ട് തരത്തിലാണ്. ഇതിൻ്റെ തീവ്രതയും ഇതേപോലത്തെ ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എല്ലാ ഈ പറയുന്ന വെയിൻസ് ബൾജിങ്ങും അതുപോലെ ഈ രക്തം വരുന്ന എല്ലാം തന്നെ ഈ പറയുന്ന ഹെമറോയിഡ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഏനൽ ഫിഷർ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ, അത് ഈ മുറികളുണ്ടെങ്കിൽ തന്നെ ഇതേപോലത്തെ ബ്ലീഡിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലത്തെ മറ്റൊരു കണ്ടീഷനാണ് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറയുന്ന മലദ്വാരം ഇറങ്ങി വരൽ. ഈ ഒരു കണ്ടീഷൻസിലും സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാം, ബ്ലീഡിങ് കാണാം, അവിടെ ഒരു ബൾജിങ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവാം, നമുക്ക് അസഹനമായിട്ടുള്ള വേദന ഉണ്ടാവാം. അപ്പോൾ ഈ എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് ട്രീറ്റ്മെൻറ്റിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വിജയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിസ്സായിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു പക്ഷേ ആൾക്ക് ആനൽ ഫിഷർ ആയിരിക്കാം ബ്ലീഡിങ് ഉണ്ടാക്കുന്നതിന് കാരണം. അപ്പോൾ ഈ മലദ്വാരത്തിൻ്റെ അകത്തുള്ള മുറിവ് കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ് നമ്മൾ ഹെമറോയിഡ് ചികിത്സിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കുമ്പോൾ മാത്രമാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. പൈൽസ് വന്ന് ചികിത്സിച്ചതിനേക്കാൾ എത്രയോ ബെറ്ററാണ് പൈൽസ് വരാതെ നോക്കുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പൈൽസ് വരാനുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് പൈൽസ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഒരു കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, മലബന്ധം. അപ്പോൾ ഈ മലബന്ധം ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മലബന്ധം ഇല്ല എങ്കിൽ നമുക്ക് പൈൽസ് വരാനുള്ള ചാൻസും കുറഞ്ഞു കിട്ടും. ഇപ്പോൾ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളാണെങ്കിൽ അവർക്ക് ഏറ്റവും പരീക്ഷണം നോക്കാൻ പറ്റുന്ന ഹോം റെമഡിയാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. രാത്രി അത്തിപ്പഴം ഒരു 2 എണ്ണം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുന്നതും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും കോൺസ്റ്റിപ്പേഷൻ വഴിയുള്ള ഈ പറയുന്ന പൈൽസ് കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതേപോലെ മൈൽഡ് ലാക്സേറ്റീവ്സ് ആയിട്ടുള്ള, അതായത് നമുക്ക് വളരെ ചെറിയ രീതിയിൽ നമുക്ക് ശോധന ഉണ്ടാക്കുന്ന പപ്പായ, ചെറുപഴം പോലത്തെ ഫുഡുകൾ കഴിക്കുന്നതും ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും അതുവഴി മോശം സ്മൂത്ത് ആവാനും കാരണമാവും. പൈൽസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹെമറോയിഡ് ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പ്രധാനമായിട്ടും സ്പൈസസ് ഫുഡുകളാണ്. അഥവാ എരിവിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് അവർക്ക് പൈൽസിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ സഹായിക്കും. ഇതേപോലെ തന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുകയോ കക്കരിക്ക, തണ്ണിമത്തം പോലത്തെ വാട്ടർ ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഇപ്പോൾ ചീര, അതുപോലെ വാഴപ്പിണ്ടി തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുന്ന വഴിയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രൈമറി റീസൺ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാനും അതുവഴി നമുക്ക് ഈ പറയുന്ന പൈൽസ് ഇല്ലാതാക്കാനും സാധിക്കും. ഇതേപോലെ നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടുന്ന ജങ്ക് ഫുഡുകൾ, ഇപ്പോൾ ബ്രോസ്റ്റൊക്കെ പോലത്തെ ഫുഡുകളൊക്കെ ഇപ്പോൾ പ്രവാസികളിലാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പൈൽസിൻ്റെ ഇഷ്യൂസ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത് റീസണായിട്ട് പറയുന്ന ഒരു പ്രോപ്പർട്ട് ഉറങ്ങാത്തതും ഇതേപോലെയുള്ള ജങ്ക് ഫുഡ്സിന് ഒരുപാട് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടുന്ന ഈ ബർഗർ അതുപോലെയുള്ള ജങ്ക് ഫുഡ്സ്, നമ്മുടെ ബ്രോസ്റ്റൊക്കെ പോലത്തെ നോൺ വെജ് ഐറ്റംസ് കൂടുതൽ കഴിക്കുക, റെഡ് മീറ്റ്. അപ്പോൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവിൻ്റെ പരമാവധി, ഇതേപോലെ തന്നെ സ്പൈസസ്, എല്ലാ തരത്തിലുള്ള എരികളും, ഉണക്കമുളക്, പച്ചമുളക് തുടങ്ങിയിട്ടുള്ള സ്പൈസസുകളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. നിർജ്ജലീകരണം കാരണമുള്ള കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ, വെള്ളം കുടിക്കാത്ത കാരണമുള്ള കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്ന വഴിയും ഉറക്കം ഇല്ലാത്തത് കാരണം ബോഡി ഹീറ്റ് കൂടിയിട്ടുണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷനും പൈൽസ് ആണെങ്കിൽ ഉറക്കം ക്ലിയർ ആക്കുന്ന വഴിയൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെമറോയിഡ് എന്ന് പറയുന്ന ഒരു പാത്തോളജി കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഹോം റെമഡീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രിവെൻഷനാണ്. ഇത് വരാതെ നോക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മറക്കരുത്. ഇപ്പോൾ യുനാനി സിസ്റ്റം ഓഫ് മെഡിസിനിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾജിങ് ഓഫ് വെയിൻസ്, ആ വെയിൻസ് ബൾജ് ആയത് അതിനെ ചുരുക്കി കളയാനും, ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു ചിലപ്പോൾ പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ആക്കാനുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന വഴി നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ 1 മാസം മുതൽ ഒരു 3 മാസം വരെയൊക്കെ ടൈം എടുത്തുകൊണ്ട് ഗ്രേഡ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ചില സ്റ്റാർട്ടിംഗ് സ്റ്റേജൊക്കെ നമുക്ക് ഒരു 1-2 ആഴ്ചയൊക്കെ റിസൾട്ട് കിട്ടിയേക്കാം. എന്നാൽ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് അതൊരു 3 മാസം വരെ നീണ്ടുന്നത്. എന്നിരുന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ഹെമറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് യഥാർത്ഥമായിട്ടുള്ള റീസൺ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പോഴും പല ആളുകളും പൈൽസൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കാണിക്കാൻ മടി കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അതെന്തോ വലിയ ഗുരുതരമായിട്ടുള്ള അസുഖം വന്ന പോലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സാധാ ശരീരത്തിൻ്റെ അകത്തൊരു വെയിൻസ് ബൾജ് ആവുന്ന കണ്ടീഷൻ മാത്രമാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ഇന്നും അത് പുറത്തേക്ക് പറയാൻ മടിക്കുകയോ അല്ലെങ്കിൽ ഇത് ഒരുപാട് ചികിത്സിച്ച് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് കാശ് കളഞ്ഞ് അവർ മാനസികപരമായിട്ട് ശാരീരികപരമായിട്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് ഒരുപാട് സ്ഥലത്ത് കാണിച്ചു വരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പ്രശ്നം അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് വഴി അല്ലെങ്കിൽ ഡയറ്റൊക്കെ വഴി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന വഴിയൊക്കെ അത് കൃത്യമായിട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹോം റെമഡീസ് ഒക്കെ തന്നെ ഇതിൻ്റെ മൂലകാരണത്തെ പ്രിവെൻറ്റ് ചെയ്യുന്ന സംഗതികളാണ്. ഇപ്പോൾ അത്തിപ്പഴം കഴിക്കുന്നതും ചൂടുവെള്ളം കുടിക്കുന്നതും ഫൈബർ കണ്ടന്റ് ഫുഡ് കഴിക്കുന്നതൊക്കെ തന്നെ ഇതിൻ്റെ മൂലകാരണമായിട്ട് പറയുന്ന കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുന്ന ഹോം റെമഡീസ് ആണ്. അപ്പോൾ ഇത് അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ശരിക്കും പൈൽസായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഹോം റെമഡീസുമേ അധികം ഇരിക്കാതെ ഡോക്ടർ അഡ്വൈസ് ഇടുക. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് ഒരുപാട് ഇതേപോലത്തെ ഹോം റെമഡീസ് ചെയ്ത് പരാജയപ്പെട്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ പോലും നമുക്ക് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ മെഡിസിൻസ് കൊണ്ടും ഡയറ്റ് കൊണ്ടൊക്കെ കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അതും ചില കേസുകളൊക്കെ 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ കംപ്ലീറ്റ് ക്യൂറായിട്ട് പിന്നീട് തിരിച്ചു വരാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് ലക്ഷണം ബ്ലീഡിംഗ് ആണെന്ന് പറയുമ്പോഴൊക്കെ തന്നെ നമ്മളത് പൈൽസ് ആണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എന്താണ് യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഡയറ്റും മെഡിസിനൊക്കെ എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന, അതും ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് പൈൽസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കാം, കമൻറ്റ് അറിയിക്കാം. മറ്റൊരു നമുക്ക് കാണാം. താങ്ക് യു.